നെയിം സ്ലിപ്പ് ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഇങ്ങനെ ഒരു നെയിം സ്ലിപ്പ് ചെയ്തല്ലേ. ഇനി നമുക്കത് ഡോക്യുമെൻ്റായിട്ട് പ്രിൻ്റ് എടുക്കാൻ, അതായത് ഒരു A4 ഷീറ്റിൽ തന്നെ നമുക്ക് ഒരു 10 എണ്ണമൊക്കെ വേണമല്ലോ അല്ലേ. അങ്ങനെ ഒരു പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഒരു ഡോക്യുമെൻ്റാക്കി മാറ്റുന്നു. അതിനടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടോ ഈ ഒരു ഭാഗത്തുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ PNG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യണം. ഇന്നലെ നമ്മൾ PDF സ്റ്റാൻഡേർഡിലാണ് ഡൗൺലോഡ് ചെയ്തത്. ഇന്ന് നിങ്ങൾ PNG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് എന്ന് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ നെയിം സ്ലിപ്പ് PNG ഫോർമാറ്റായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു A3 ഷീറ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ A4 ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. A3 ആണ് ഒന്നും കൂടി ബെറ്റർ. ഇതൊരു സീനില്ല കേട്ടോ. ഞാൻ A3 ഇന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഡോക്യുമെൻ്റ് A3 കിട്ടി. അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ ഈ പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കസ്റ്റം ഷെയ്സ് എന്നില്ലേ അടുക്കുക. എന്നിട്ട് അവിടെ A3ൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും എത്രയാണെന്നുള്ളത്. അല്ലെങ്കിൽ കസ്റ്റം ഷെയ്സിൻ്റെ അവിടെ തന്നെ A3 എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ A4 കിട്ടും കേട്ടോ. അവിടെ ഡോക്യുമെൻ്റ് A3 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു A3 പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു നെയിം സ്ലിപ്പ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് അപ്ലോഡിൽ പോകുന്നു. ശേഷം ഞാൻ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതല്ല കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചവർക്ക് ഇതല്ലല്ലോ. അപ്ലോഡിൽ പോകുന്നു. അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഡിവൈസിൽ പോകുന്നു. അതിലുണ്ടാവും നമ്മൾ ചെയ്ത് വെച്ച വർക്ക് കേട്ടോ. ഈ ഒരു നെയിം സ്ലിപ്പ് നമ്മൾ ചെയ്തത് ഇങ്ങനെ ഉണ്ടായിരുന്നത് നമ്മളിങ്ങനെ ചെയ്തെടുത്ത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേരൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാം കേട്ടോ. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ഒരു മൂലയിലെടുത്ത് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റിൻ്റെ സെൻറ്ററിലാണല്ലോ, ഡിലീറ്റിൻ്റെ കമൻറ്റിൻ്റെ സെൻറ്ററിലായിട്ടൊരു പ്ലസ് ഐക്കൺ, ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. സൂം ചെയ്താൽ നമുക്ക് ഒന്നൊരു കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കൊടുത്ത് അടുത്ത നെയിം സ്ലിപ്പ് ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുന്നു. അതിന് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചാൽ അതേ സൈസിൽ കിട്ടും കേട്ടോ. ഡിലീറ്റിന് കമൻറ്റ് തൊട്ടപ്പുറത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്താൽ, എന്നിട്ട് അടുത്തും കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ 3 കൊടുത്തിട്ടോ. കുറച്ച് വലുതാക്കാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഒരു നെയിം സ്ലിപ്പ്, ഏതൊരു നെയിം സ്ലിപ്പ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 3 ഡോട്ട് കാണും. ഡിലീറ്റിന് തൊട്ടപ്പുറത്തായിട്ട് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. സെലക്ട് മൾട്ടിപ്പിൾ എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മറ്റ് 2 നെയിം സ്ലിപ്പും കൂടി ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മളെന്ത് ചെയ്യുക, കോപ്പി എന്ന് കണ്ടില്ല, കോപ്പി എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഗ്രൂപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മളോടങ്ങനെ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ടല്ലേ, അതൊന്ന് പേസ്റ്റ് ചെയ്യാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചല്ലോ. കോപ്പി ചെയ്ത് വെച്ചത് എങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു 3 ഡോട്ടിൽ പോയാണ്ട് കോപ്പി എന്ന് ക്ലിക്ക് ചെയ്തു. അവിടെ കോപ്പി
ശേഷം പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വൈറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 3 ഡോട്ട് വന്നിട്ടില്ലേ കമൻറ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് എന്നുണ്ടല്ലേ, പേസ്റ്റായി. ഇനിയത് താഴെ കൊണ്ടുവരിക. അങ്ങനെ എടുത്തു. ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ ഇത്ര ചെയ്തിട്ടുണ്ട്. ഒരു 30 ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു A3 പേജിൽ ഒന്നുകൂടെ അത് ചെറുതാക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഈ മുകളിലുള്ള ഏറ്റവും മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്ന് പ്രസ് ചെയ്യുക. ശേഷം PNG എന്നുള്ളത് മാറ്റിയിട്ട് PDF പ്രിൻ്റ് എന്നുള്ളതാക്കുക. എന്നിട്ട് ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രിൻ്റ് എടുക്കാനുള്ള ആ ഒരു ഇതിലായി. A3 നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പേജിൽ 30 നെയിം സ്ലിപ്പൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് തോന്നുന്നു. ക്യാൻവയുടെ പ്രോ എഡിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒന്നും കൂടി കസ്റ്റമായിട്ട് ചെയ്യാം. അതിങ്ങനെ പറഞ്ഞുതരാം. അത് നമ്മളിപ്പോൾ ഒരു നെയിം സ്ലിപ്പ് നമ്മളതായിട്ടുള്ള രൂപത്തിലുണ്ടാക്കുക. അതിനായിട്ട് ഈ എലമെൻസിൽ പോയിട്ട് എലമെൻസിൽ നമുക്ക് റെക്റ്റാങ്കിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സ്ക്വയർ നമുക്ക് കിട്ടുക. എന്ത് ചെയ്യാം, നമ്മളൊരു മൂലത്തിലായിട്ട് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കളറുണ്ടല്ലോ, കളറ് നമ്മൾ വൈറ്റാക്കി കൊടുക്കുക. ശേഷം സ്റ്റൈല് എന്നല്ലോ, കളറിന് തൊട്ടപ്പോൾ തന്നെ സ്റ്റൈല് നമ്മളെന്ത് ചെയ്യുക, നോൺ എന്നുള്ളത് എന്ത് ചെയ്യാം, ഇതാക്കി മാറ്റും കേട്ടോ, ഈ ഒരു ഓപ്ഷന്. ശേഷം നമ്മളെന്ത് ചെയ്യാം, ഇതൊരു നെയിം സ്ലിപ്പിൻ്റെ സ്ക്വയറാക്കി മാറ്റണം കേട്ടോ. നമുക്ക് എത്ര വേണ്ടേ, എത്ര വലുപ്പം വേണ്ടേ, ആ ഒരു വലുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതിനിപ്പോൾ ഇത്ര സെറ്റ് ചെയ്തത്. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ എന്ത് ചെയ്യാം, ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് ഒരു ഫ്രെയിം ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഫ്രെയിം ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ പല രീതിയിലുള്ള ഫ്രെയിമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഏത് ഫ്രെയിമാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ഫ്രെയിം ഇവിടെ സെലക്ട് ചെയ്തിട്ടോ. ശേഷം നമ്മൾ ആ ഫ്രെയിം എന്ത് ചെയ്യാം, ഇതിനുള്ളിലായിട്ട് വെക്കുക. ശേഷം നമുക്ക് നെയിം കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നെയിം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നെയിം തന്നെ കൊടുക്കില്ല കേട്ടോ. നെയിം ആദ്യം തന്നെ എഴുതലാണ്. ഞാനിവിടെ നെയിം കൊടുക്കുകയാണ്. ഇങ്ങനൊരു നെയിം ഇവിടെ സെറ്റ് ചെയ്തു. ശേഷം നമുക്ക് അടുത്ത ചെയ്യാം. അതിനായിട്ട് നെയിം ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് പ്രസ് ചെയ്യുക, എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമുക്ക് സബ്ജക്റ്റ്, എന്നിട്ട് ഞാൻ പുള്ളി കുത്തി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. പിന്നെ ക്ലാസ് എന്നിട്ടിട്ടും ഇതേപോലെ പുള്ളി കുത്തിട്ട് കൊടുക്കുക. ഇത്ര സ്ഥലം വേണ്ട, നമുക്ക് റോൾ നമ്പർ, ഡിവിഷൻ, അതേപോലെ സ്കൂള്. നിങ്ങൾ ഞാൻ
സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യാം. ശേഷം ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എക്സാമ്പിൾ കാണിച്ചെന്നാണ്, എങ്ങനെ വേണം ചെയ്യുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്പേസിങ്ങിൽ പോയിട്ട് നമുക്ക് ലൈൻ സ്പേസ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെ ലൈൻ സ്പേസ് കുറച്ച് കൂട്ടി കൊടുക്കാം, സീനില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.